ആദരണീയനായ പാണക്കാട് തങ്ങൾ ഈ വേദി പങ്കിട്ട് കണ്ടതിൽ തങ്ങളോടൊപ്പം സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. പാണക്കാട് കുടുംബം കേരളീയ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിനാകമാനം അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഒരു വരദാനമാണ്. പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ചാൽ നമുക്ക് അതിലൊരു കരയെത്താൻ കഴിയില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, കൊടപ്പനയ്ക്കൽ കുടുംബത്തിലെ വൃക്ഷ ചില്ലുകളിൽ അന്തിയുറങ്ങുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പോലും സമൂഹത്തിൽ വർണ്ണനാതീതമായ പ്രാധാന്യമാണുള്ളത്. ഇവിടെ ചൊവ്വാഴ്ചയുടെ കാര്യം സ്വാഗതപ്രാസംഗൻ പറഞ്ഞു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതത്തിൽ പാണക്കാട് ചൊവ്വാഴ്ച വലിയ സമ്മേളനമായിരുന്നു. തങ്ങൾ വഫാത്തായതിനു ശേഷം എല്ലാ ചൊവ്വാഴ്ചയും 2 സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. തങ്ങൾ വഫാത്താകുമ്പോൾ ഞാൻ പാണക്കാട്ട് കൊടപ്പനയ്ക്കൽ കുടുംബത്തിൽ ആ ജനാസ ദർശിക്കാനുണ്ടായിരുന്നു. അവിടെ തിങ്ങി പലർക്കും ഞെക്കിലും ഞെരുക്കത്തിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം തോന്നിയപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റുള്ളവരും ആലോചിച്ചിട്ട് ജനാസ മലപ്പുറം ടൗൺ ഹാളിലേക്ക് മാറ്റിയത്. ഖത്തർ പാർലമെൻറ്റിലെ ഒരു അംഗം ഇരിങ്ങാട്ടേരി മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നതാണ്. അദ്ദേഹം പാണക്കാട്ട് വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരുപാട് ത്യാഗം ചെയ്തു. ഏഷ്യാനെറ്റുകാരുടെ വണ്ടിയിൽ കയറിയിട്ടാണ് അദ്ദേഹം മലപ്പുറം ടൗണിലേക്ക് എത്തിയത്. നമ്മൾ ഈ ചാനലിലൊക്കെ ഒരു തിരുപ്പം വെച്ച ഒരു അറബിയുടെ വേഷം കണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ചോദിച്ചു, നെഞ്ചത്ത് കൈവച്ചിട്ട്, അഹാദ അറഫ, പാണക്കാട് അറഫയാണോ എന്ന്. അത്രത്തോളവും വികാരോജ്വലമായിരുന്നു ഒരു വേദി. അവിടെ എത്രയോ പ്രാവശ്യം ജനാസ നിസ്കാരം ആയിരങ്ങൾ കൂടി ഇങ്ങനെ നടത്തി. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 48 വർഷം കഴിഞ്ഞു ഒരു ജമാഅത്തുൽ ഖത്തീബായിട്ട് ഇമാമായിട്ട്. അപ്പോൾ എത്രയോ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. മലപ്പുറം ടൗൺ ഹാളിൽ ആദരണീയനായ തങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇമാമത്ത് നിന്ന് നമസ്കരിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടി. ആയിരക്കണക്കിന് ആളുകളുമായി. അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ടൗൺ ഹാളിൽ വന്നു. അവിടെ ബാരിക്കേഡ് കെട്ടിയിരിക്കുകയാണ്. ആളുകളിങ്ങനെ ഇങ്ങനെ പോകുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ്, എനിക്ക് തങ്ങളെ ഒന്ന് കാണണം, തങ്ങളുടെ മുഖം ഒന്ന് കാണണമെന്ന്. ഇപ്പം നിർബന്ധിതരായി മുസ്ലിം ലീഗിൻ്റെ ആ പതാക ഒന്ന് അകറ്റിയിട്ട് തങ്ങളുടെ മുഖം കാണിച്ചപ്പോൾ അല്പം അകന്നു നിന്ന് എനിക്കും അത് കാണാൻ കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ് കണ്ടത്. എപ്പോഴും പ്രസന്നമാണ് മുഖം. പക്ഷേ വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇരട്ടി സൗന്ദര്യമാണ് പ്രകടമായത്. കേരള ഗവൺമെൻറ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തോടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു DIGയുടെ നേതൃത്വത്തിലായിരുന്നു 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചുകൊണ്ട് ആ ജനാസ സംസ്കരണത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായി പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു മഹാത്മ്യം. അവിടെ ടൗൺ ഹാളിൽ ഒരു അനുസ്മരണ സമ്മേളനം നടന്നു. ആ അനുസ്മരണ സമ്മേളനത്തിൽ 25 വർഷം ദേശാഭിമാനി പത്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിരുന്ന പാലോളി കുഞ്ഞു മുഹമ്മദ് അദ്ദേഹം അവിടെ സംസാരിച്ചു. ഞാനും ആ യോഗത്തിൽ പ്രാസംഗികനായിരുന്നു. അനുസ്മരണ പ്രഭാഷണം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖപത്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. 25 വർഷം അതിൻ്റെ
റെപ്രസെൻറ്റേറ്റീവായി സേവനം ചെയ്തയാളാണ്. ഞാൻ ഒരിക്കൽ തങ്ങളുടെ ഒരു അപ്പോയിൻമെൻ്റ് ആവശ്യപ്പെട്ടു. തങ്ങളെനിക്ക് സമയം അനുവദിച്ചു തന്നു. ഞാൻ തങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കൊടപ്പനയ്ക്കൽ കുടുംബത്തിൽ ചെന്നു. തങ്ങൾ വന്നിരുന്നു, ഞാനും ഇരുന്നു. ബാഗ് തുറന്ന് എൻ്റെ ഡയറി എടുത്തു, പേനയും എടുത്തു. ഞാൻ ചോദിച്ചു, ബഹുമാനപ്പെട്ട തങ്ങൾ, മതവും രാഷ്ട്രീയവും ഒരേ സമയത്ത് ഒരാളിന് കൈയാളാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട തങ്ങൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട്, കഴിയും. അത് പരിശുദ്ധ ഖുർആനാണ്, ഖുർആൻ്റെ മഹാത്മ്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രം മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ പുരോഗതികൾക്ക് നിധാനമാണ്. അപ്പം അതുകൊണ്ട് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വിടർത്താനോ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് വിടർത്താനോ നമ്മൾ തയ്യാറാകേണ്ട. അത് രണ്ടും തികച്ചും നീതിബോധത്തോടു കൂടി കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് സമന്വയിപ്പിച്ചു പോകാൻ കഴിയും. തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേന മടക്കി എൻ്റെ ഡയറി മുഖത്ത് വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ പിരിഞ്ഞു. പാലോളി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ദേശാഭിമാനി പത്രത്തിൻ്റെ 25 വർഷത്തെ റെപ്രസെൻറ്റേറ്റീവായി സേവനം ചെയ്ത ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് അദ്ദേഹം. പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം, അറബിക്കളുടെ ധീരത്തിരുന്ന് തിരമാലകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് സമാനമാണ് പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം എണ്ണി പറയുന്നത്. അല്ലാഹു ആ കുടുംബം സമൂഹത്തിനാകമാനം അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഈ ആയിഷ സിദ്ദീഖ അക്കാഡമിയുടെ ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഈ സമ്മേളനത്തിൻ്റെ തന്നെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഒരു അതിരുകൾ നിർണ്ണയിക്കപ്പെടാൻ കഴിയാത്ത ആശയസമ്പുഷ്ടമായ ഒരു പ്രസംഗം കൂടി നമുക്ക് കാഴ്ചവെച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ സമ്മേളനം 15 കുട്ടികൾ ഇന്ന് സനതെടുക്കുന്നു, ഹിഫ്ള് പാസ്സായിട്ട്. നേരത്തെ ഇവിടെ തങ്ങളുൾപ്പെടെ ലിയാർമൂലി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അതിൽ സന്തോഷമാണ്. അൽ ഹസനാത്ത് ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തകർക്കും സന്തോഷമാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി, മറിയം അക്കാഡമിക്ക് വേണ്ടി, ജാമിയ ആയിഷ സിദ്ദീഖയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന, സേവനം ചെയ്യുന്ന, സമയം വിനിയോഗിക്കുന്ന, സമ്പത്ത് വിനിയോഗിക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ്. അതോടൊപ്പം ഈ ഭൂമിയും സന്തോഷിക്കുകയാണ്, ആകാശവും സന്തോഷിക്കുകയാണ്. ഈ പ്രദേശത്തെ എല്ലാ പുഷ്പങ്ങളും എല്ലാ ചരാചരങ്ങളും സന്തോഷിക്കുകയാണ്. അമേരിക്കയിലെ സസ്യശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഗവേഷണ സംഘം രൂപീകരിച്ചു. ഈ വനാന്തരങ്ങളിൽ വന്യമൃഗങ്ങൾ ഊടിയിട്ട് സഞ്ചരിക്കുന്ന വനാന്തരങ്ങളിലെ വലിയ വലിയ വൃക്ഷങ്ങളിൽ നിന്നും കാട്ടുചെടികളിൽ നിന്നും അതോടൊപ്പം നമ്മുടെ മുറ്റത്തും നമ്മുടെ വീടിൻ്റെ മുകളിലും താഴെയുമൊക്കെ വളവും വെള്ളവും നൽകി വാത്സിച്ച് വളർത്തുന്ന ചെടികളിൽ നിന്നൊക്കെ നിരന്തരം അനുനിമിഷം നിർഗമിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു ഗവേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് അവർ നീണ്ടകാലം ഗവേഷണം നടത്തിയിട്ടും അതിൻ്റെ പൊരുൾ കണ്ടെത്താൻ കഴിയാതെ അവർ പുറകോട്ട് മടങ്ങി. യൂറോപ്പിലെ ബ്രിട്ടനിലെ മറ്റൊരു സംഘം ആ ദൗത്യം ഏറ്റെടുത്തു. ബില്യൻ ബ്രൗൺ എന്ന ഒരു വലിയ ശാസ്ത്രജ്ഞയായിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ. അവർ കണ്ടുപിടിച്ചു ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സസ്യലതാദികളിൽ നിന്ന് അനുനിമിഷം നിർഗമിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന്. അതിൻ്റെ ഉടമസ്ഥനായ ലോകത്തിൻ്റെ ആകാശഭൂമിയുടെ സർവാധിപനായ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സായുജ്യമടയിലാണ് ഈ നിർഗമിക്കുന്ന ശബ്ദത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ഇത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം വിഭാവന ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ, സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നായി അവരുടെ അടുത്ത അന്വേഷണം. പലതും നോക്കി പരാജയപ്പെട്ട അവർ
അവസാനം പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചപ്പോൾ ഈ യാഥാർത്ഥ്യം അവർ കണ്ടെത്താൻ കഴിഞ്ഞു. വഇമ്മിൻ ഷൈഇൻ ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. ഈ ലോകത്തെ എല്ലാ സസ്യലതാദികളും അതിൻ്റെ ഓരോ ഇലകളും എല്ലാം അള്ളാഹുവിനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. പക്ഷേ അവരുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. ഞാൻ പറഞ്ഞത്, ഈ 15 കുഞ്ഞുങ്ങൾ ഇന്ന് ഹിഫ്ദിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ, അവരിന്ന് സെനതെടുക്കുമ്പോൾ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി മൊത്തം സന്തോഷിക്കുകയാണ്. ഈ പ്രകൃതിയുടെ സന്തോഷം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. സ്വാഭാവികമായി നേരത്തെ ഇവിടെ അരിയാരമൂലി വിശ്വാസിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തെ ഭൗതികമെന്നും ആത്മീകമെന്നും വേർതിരിച്ചത് ഇസ്ലാമല്ല. മനുഷ്യനെ മനുഷ്യനാക്കി വളർത്തുവാനും ഉയർത്തുവാനും ഉപകരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ശാഖകളെയും പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമുഖത്തുള്ള ഈ 19,69,50,000 ചതുരശ്ര മൈൽ വിസ്തൃതിയും അതിൻ്റെ വ്യാസവും അതിൻ്റെ ചുറ്റളവും 6,60,00,000 ടൺ ഭാരവുമുള്ള ഈ ഭൂമിയിലെ മുഴുവൻ വൃക്ഷങ്ങളും ചെടികളും ചെത്തിയൊരുക്കി പേനയാക്കപ്പെടുകയും അറബിക്കടലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മുഴുവനും അതിന് മഷിയായി തീരുകയും മിംബാദിഹി സബാത്തു അബ്ഹുർ, ഈ സമുദ്രത്തിന് പുറമെ ഒരു 7 സമുദ്രവും കൂടി മഷിയായി തീർന്നാലും മാനഫിദത് കലിമാത്തുല്ലാഹ്, വിജ്ഞാനത്തിൻ്റെ ശാഖകൾ എഴുതി തീർക്കാൻ സാധ്യമല്ല. അതാണ് വിജ്ഞാനത്തിൻ്റെ പ്രവിശാലത. ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷ് ചാനലുകളിൽ ചൂണ്ടയിട്ട് ആമയെ പിടിച്ച് ചുട്ടു തിന്നിരുന്ന കാലത്ത് കൊർഡോബയിൽ ജാമ്യയിൽ സ്പെയിനിലെ മുസ്ലിങ്ങൾ അൽ ജാമിയത്തുൽ കുർഡോബ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ഭൂമിശാസ്ത്രം മുതൽ വാനശാസ്ത്രം വരെ പഠിപ്പിച്ചിരുന്നു. പോപ്പ് സിൽവസ്റ്റർ രണ്ടാമൻ പുരാതന സ്പെയിനിലെ കുർഡോബ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു. ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹം മഹാരത്ത് നേടിയത്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ PhD എടുത്തത് കുർഡോബ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇംഗ്ലീഷുകാർക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ ടോർച്ച് തെളിയിച്ചത് സിൽവസ്റ്റർ രണ്ടാമനായിരുന്നു. ഇതാ വിദ്യാഭ്യാസ രംഗത്ത് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മതപൗരോഹിത്യം അദ്ദേഹത്തെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കുകയും തുറുങ്കിലടയ്ക്കുകയും ചെയ്തു. വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ സ്വയം മരിച്ചു, എന്തോ ആയിക്കൊള്ളട്ടെ. ഗലീലിയോ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് സൂഫി വര്യന്മാരിൽ സൂഫി വര്യനായ ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ടൈഗ്രീസിൻ്റെ മന്ദമാരുതനെ സ്വാഗതം ചെയ്യുന്ന ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ ഗോളം ഉപയോഗിച്ചായിരുന്നു ഭൂമിശാസ്ത്രം പഠിപ്പിച്ചത്. വളർന്ന മദദിനാഹ, ഭൂമിയെ ഞാൻ നിങ്ങൾക്കൊരു ഗോളാകൃതിയിലാക്കി തന്നു. ഗോളാകൃതിയിലുള്ള ഭൂമി ചലിക്കാതിരിക്കാൻ പർവ്വതങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു. ഇത്ര വലിയ സന്ദേശങ്ങളാണ് ഖുർആൻ. അപ്പം അങ്ങനെ ഈ സമയത്ത് ഈ ഇരിക്കുന്ന കുട്ടികളോട് ഇവിടെ ഗുരുത്വാകർഷണം കണ്ടെത്തിയത്, ആകർഷണശക്തി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയും അത് ഐസക് ന്യൂട്ടനാണ് എന്ന്. ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചു. വസ്സമാ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ആകാശമല്ല ഇന്ന് കാണുന്നത്, ഇന്നത്തെ ആകാശമല്ല നാളെ കാണുന്നത്. അപ്പം നിരന്തരമായി വികസിക്കുന്നു. ഇത് ആധുനിക ശാസ്ത്രം അടുത്ത കാലത്താണ് കണ്ടെത്തിയത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങളുടെ ദൃഷ്ടികൾക്ക് ഗോചരീഭവിക്കാത്ത തൂണിൻ്റെ സഹായം കൂടാതെ ആകാശമണ്ഡലങ്ങളെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നു. ആകർഷണശക്തിയാണ്. ബില്യൺ കണക്കിന് ഗാലക്സികളും അവയിൽ ഓരോന്നിലും ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും അടങ്ങിയിട്ടുള്ള ഗോളങ്ങൾ ആകാശത്തിലാണുള്ളത്. ഈ ഗോളങ്ങളെല്ലാം പരസ്പരമുള്ള ആകർഷണം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഈ ആകർഷണശക്തി മനുഷ്യദൃഷ്ടികൾക്ക് അഗോചരമായ ഒരു സംഭവമാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഖുർആനെ അനുജപിക്കാൻ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല. ശാസ്ത്രം വളരുന്തോറും
ഖുർആൻ്റെ ആശയവും അതിൻ്റെ വിശാലതയും ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും.